അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ 11:45 സംസ്കാരം. AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്ക ഗാന്ധിയും എത്തിക്കഴിഞ്ഞു. വലിയ ജനക്കൂട്ടം ഇത് കാണാൻ നമുക്കൊപ്പം ഡൽഹിയിൽ ചേരുന്നുണ്ട്. AICC ആസ്ഥാനത്ത് ശ്രീനാഥ് ചന്ദ്രൻ AICC ആസ്ഥാനത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ, ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? SK, ഞാൻ നേരെ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, പി ചിദംബരം, അജയ് മാക്കൻ അടക്കമുള്ള, സൽമാൻ ഖുർഷിദ് അടക്കമുള്ള നേതാക്കളെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഏതാണ്ട് പ്രധാനപ്പെട്ട ൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഈ AICC അക്ബർ റോഡിലെ AICC ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ ദേശീയ അധ്യക്ഷൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ വലിയ തോതിൽ അക്ബർ റോഡിൽ ഇപ്പോഴുണ്ട്. അവർക്ക് ഉള്ളിലേക്കുള്ള പ്രവേശനം നൽകി തുടങ്ങുന്നതേ ഉള്ളൂ. അവർക്ക് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച് ഇടം കൂടി ഒരുക്കി നൽകുന്നുണ്ട്. 1 മണിക്കൂർ നേരമാണ് ഏതായാലും ഈ പൊതുദർശനം അക്ബർ റോഡിലെ AICC ആസ്ഥാനത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്. അത്രയും സമയം മതിയാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് തോന്നാം. കാരണം അധികം ആളുകൾ അദ്ദേഹത്തെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കേണ്ടതിരിക്കുന്നു. 1 മണിക്കൂർ പൊതുദർശനം എന്നതാണ്. അതിനുശേഷം ഇവിടെ നിന്ന് നിഗംബോധ് ഘട്ടിലെ, യമുനാ തീരത്ത് നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. അവിടെ സംസ്കാര ചടങ്ങുകൾ 11:45 11:30 അവിടേക്ക് എത്തണം എന്നതാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയക്രമം. കേന്ദ്ര സർക്കാർ അത്തരത്തിലാണ്, ഈ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ മുഴുവനായി തന്നെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ നേരം ഈ യാത്ര മാത്രം, ഈ വിലാപയാത്ര മാത്രം വേണ്ടി വന്നേക്കും. അത്രയും സമയം ഈ നടന്നാണോ ഈ വിലാപയാത്ര പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത അവിടെയുണ്ട്. കാരണം കാലാവസ്ഥ അത്ര അനുകൂലമല്ല. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നല്ല തണുപ്പും മുംബൈയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണെങ്കിൽ അത് ഒരുപക്ഷെ അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അത് ഒഴിവാക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഈ AICC അങ്കണത്തിൽ കാണാൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം AICC ആസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം ഡൽഹിയിൽ നിന്ന് കാണുന്നത്. ഈ വാഹനത്തിനൊപ്പം സഞ്ചരിക്കുന്ന നിതിൻ അംബുജൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? SK, മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് ഇപ്പോൾ ഭൗതിക ശരീരം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നു. സൈന്യത്തിന്റെ പ്രത്യേക സജ്ജമാക്കിയ വാഹനത്തിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ വാഹനത്തിലാണ് ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. സൈന്യത്തിന്റെ പ്രത്യേക സജ്ജമാക്കിയ വാഹനത്തിൽ അല്പസമയം തന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം വാഹനം മെല്ലെ മെല്ലെ AICC ഓഫീസിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഏതാനും മീറ്ററുകൾ മാത്രമാണ് AICC ആസ്ഥാനത്തേക്കുള്ളത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഏതാണ്ട് ഒരു 5 മിനിറ്റിനകം തന്നെ AICC ആസ്ഥാനത്തേക്ക് എത്തും. അതിനുശേഷം അവിടെ 1 മണിക്കൂർ പൊതുദർശനം, 10 മണിക്കൂർ തന്നെ അവിടെ നിന്ന് നിഗംബോധ് ഘട്ടിലേക്ക് പോകാനാണ് സാധ്യതയുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം സൈന്യത്തിന്റെ പൂർണ്ണ ബഹുമതികളോടുകൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള നടപടികൾ തന്നെ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇവിടെ മാധ്യമപ്രവർത്തകരടക്കം വലിയ തിരക്ക് ഈ ഒരു വാഹനത്തിന് പിന്നാലെ പോകുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. കേരളത്തിലുള്ള നേതാക്കളടക്കം ഈ ഘട്ടത്തിൽ ഇവിടെ എത്തിക്കൊണ്ട് ഇപ്പോൾ അനുസ്മരണം എല്ലാം തന്നെ നൽകിയിരുന്നു.